ഉഗ്രസ്ഫോടനത്തിന്റെ ഞെട്ടലിലാണ് ഇപ്പോഴും മുണ്ടക്കോട് പ്രദേശവാസികൾ. സുഹൈൽ മുഹമ്മദ് അവിടെ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സുഹൈൽ, നേരത്തെയും ഒട്ടേറെ വീട്ടുടമസ്ഥരുടെ പ്രതികരണങ്ങൾ നമ്മൾ കേട്ടതാണ്. അവിടെ ഉണ്ടായ നാശനഷ്ടങ്ങൾ അത് എത്രത്തോളം വലുതാണ് എന്നത് വ്യക്തമായതാണ്. എത്ര കിലോമീറ്റർ ചുറ്റളവിലാണ് ഇത്തരത്തിൽ നാശനഷ്ടം ഉണ്ടായിട്ടുള്ളത് മുണ്ടത്തിക്കോട്? സുഹൈൽ, ഉന്മേഷ്, വലിയ നാശനഷ്ടം പരിസരത്താകെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആദ്യം ഈ പറയുന്ന പടക്ക നിർമ്മാണശാലയുടെ ടെറൈൻ ഒന്ന് വ്യക്തമാക്കി തരാം. ക്യാമറ അങ്ങോട്ട് പാൻ ചെയ്യുമ്പോൾ ഒരു വലിയ വൃത്തത്തിന്റെ നടുവിലൊരു കുത്തിട്ട കണക്കെയാണ് ആ പറഞ്ഞ പടക്ക നിർമ്മാണശാല പ്രവർത്തിക്കുന്നത്. കൃത്യമായി തന്നെ അകലം പാലിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ. കാരണം ചുറ്റുമൊന്നും വീടില്ല, പാൻ ചെയ്താൽ കൃത്യമായി മനസ്സിലാക്കാം. അതിന്റെ ഏറ്റവും അടുത്തുള്ള വീട് ഏതാണ്ട് ഒരു 150 മീറ്റർ അകലത്താണുള്ളത്. ആ 150 മീറ്റർ അകലത്തുള്ള വീട്ടിലാണ് നമ്മൾ നേരത്തെ പോയത്. അത് ഈ വഴിക്ക് പോകുന്ന വീട്ടിലാണ്. അതുകൊണ്ട് തന്നെ ചുറ്റും വീടുകളില്ല എന്നുള്ളത് വലിയ ത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. അതായത് വീടുകളിലേക്കുള്ളവർക്ക് വലിയ പരിക്കേറ്റിട്ടില്ല എന്നുള്ള ഒരു ആശ്വാസകരമായ കാര്യത്തിലേക്ക് നീങ്ങിയിട്ടുണ്ട്. പക്ഷേ അവിടെയെല്ലാം വലിയ നാശനഷ്ടം വീടിനെ സംബന്ധിച്ചിട്ടുണ്ട്. ചില വീടുകൾക്ക് ചെറിയ പൊട്ടലുകൾ ഉണ്ടായിട്ടുണ്ട്, ജനൽച്ചില്ലുകൾ ഉണ്ടായിട്ടുണ്ട്. നമ്മളിപ്പോൾ നടക്കുന്നത് ഈ പറഞ്ഞ പടക്ക നിർമ്മാണശാലയിൽ നിന്ന് 150 മീറ്റർ അകലെ, അതായത് ആ വീടാണ് ഏറ്റവും അടുത്തുള്ള വീട്. നമ്മൾ ഈ നടക്കുന്ന ദൂരം തന്നെയാണ് ആ വീട്ടിലേക്കുള്ള ദൂരം. ഏതാണ്ട് ഇപ്പോൾ 1 മിനിറ്റ് കൊണ്ട് നമ്മൾ ആ വീട്ടിലേക്ക് എത്തും. ഈ പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഏറ്റവും അടുത്ത വീട് ഇതാണ്. അതായത് അതിന്റെ ഇമ്പാക്ട്, ഏറ്റവും വലിയ ആഘാതം ഉണ്ടാകാൻ ഇടയുള്ള വീട് ഇതാണ്. ആ ആഘാതം ആ വീട്ടിൽ പൂർണ്ണമായി ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായും ഈ ജനൽച്ചില്ലുകൾ, നമ്മളിപ്പോൾ ഈ കാണുന്ന ജനൽച്ചില്ലുകളാണ് തകർന്ന് ചിന്നിച്ചിതറിയിരിക്കുന്ന ജനൽച്ചില്ലുകൾ നമ്മൾ കണ്ടതാണ്. ഈ ജനൽച്ചില്ലുകളുടെ അപ്പുറത്ത് ഒരു 80 വയസ്സുകാരനായ പിതാവ് കിടപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ശാരീരിക ആവശ്യതകൾ ഉണ്ടായിരുന്നു. കാൽഭാഗമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. കാൽഭാഗം ഇവിടെ വെച്ച് അദ്ദേഹം കിടക്കുമ്പോൾ ഈ ശബ്ദം ഉണ്ടാവുകയും ചില്ലുകൾ പൊട്ടിത്തെറിക്കുകയും കാലിലേക്ക് വീഴുകയാണ് ചെയ്തത്. മുറിവുകൾ ഉണ്ടായിട്ടുണ്ട്. സുബ്രഹ്മണ്യൻ ചേട്ടന്റെ വീടാണിത്. സുബ്രഹ്മണ്യൻ ചേട്ടന്റെ അച്ഛനെ അപ്പോൾ തന്നെ സ്ഥലത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇതാണ് ഏറ്റവും അടുത്ത വീട്. ആ വീട്ടിലുള്ള അവർ എത്രത്തോളം നാശനഷ്ടം ഉണ്ടായതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ ഈ കാണുന്നത്. ഒപ്പം വീട്ടു സാധനങ്ങൾക്ക് നമ്മൾ പുറത്തു നിന്നാണ് ചില്ല് കാണിക്കുന്നത്. വാതിലുകൾ, ജനലുകൾ, ഒപ്പം ടാബിളുകൾ, ടിവികൾ, അങ്ങനെ എല്ലാത്തിനും നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. അത് പ്രൈമ ഫേസിലുള്ള നാശനഷ്ടം ഇതാണ്. രണ്ടാമത് അവിടെ ഉണ്ടായിരുന്ന പടക്ക നിർമ്മാണശാലയിൽ ഉണ്ടായിരുന്ന തൊഴിലാളികളുടെ മൃതദേഹഭാഗങ്ങൾ ചിന്നിച്ചിതറി കിടക്കുന്ന രീതിയിലാണ് പലതും നമുക്ക് എടുക്കാൻ കഴിഞ്ഞത് രക്ഷാപ്രവർത്തകർക്ക്. അങ്ങനെ മൃതദേഹഭാഗങ്ങൾ ഏതാണ്ട് 500 മീറ്റർ അകലെ വരെയുള്ള ഇടങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ തിരികെ വീണ്ടും ആ പടക്ക നിർമ്മാണശാലയിലേക്ക് പോകുമ്പോൾ വീണ്ടും ആ ദൂരത്തൂടെ പോവുകയാണ്. ഇതിന് ചുറ്റും വയൽപ്പാടമാണ്, കൊയ്തിട്ട വയലാണ്. ഇതിനിടയിലൊക്കെ മൃതദേഹങ്ങൾ കിടപ്പുണ്ടാകും, ശരീരഭാഗങ്ങൾ കിടപ്പുണ്ടാകുമെന്ന അനുമാനത്തിലാണ് തെരച്ചിലുള്ളത്. നിലവിൽ ഇപ്പോൾ തെരച്ചിൽ ഇവിടെ അവസാനിപ്പിച്ചിട്ടുണ്ട്. കാരണം ഈ ചിതറിപ്പോയ പടക്കങ്ങൾ എവിടെയും ഇപ്പോൾ ഉണ്ടോ എന്ന് നമുക്ക് വ്യക്തമായി പറയാൻ കഴിയില്ല. രാത്രിയാണ്, ഇരുട്ട് ഉള്ളത് കൊണ്ട് തന്നെ അത്തരത്തിലൊരു തെരച്ചിലേക്കോ പരിശോധനയ്ക്കോ നിലവിൽ പോകാനാകില്ല. അങ്ങനെ വെളിച്ചം വന്നാൽ മാത്രമേ ഊർജിതമായ ഒരു തെരച്ചിലേക്ക് പോകാൻ പറ്റുള്ളൂ. നിലവിൽ ജീവനോടെയുള്ള എല്ലാവരും അവിടെ നിന്ന് രക്ഷിക്കാനായിട്ടുണ്ട്. ഇനി ഇവിടെ തെരയേണ്ടത് ഏതെങ്കിലും ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ, മൃതദേഹഭാഗങ്ങളുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് പരിശോധിക്കേണ്ടത്. ആ തെരച്ചിൽ നാളെ രാവിലെ മാത്രമാണ് നടക്കുകയുള്ളൂ. നമ്മൾ ഈ പറഞ്ഞതുപോലെ വൃത്തത്തിൽ നടുക്കൊരു പൊട്ടുന്ന കണക്കിയുള്ള സ്ഥലം മുഴുവൻ എൻക്ലോസ് ചെയ്തിരിക്കണം. അതിന്റെ അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ കഴിയില്ല. നമുക്ക് നേരത്തെ അറിയുന്ന പോലെ തന്നെ 4-5 മണിക്കൂർ വെള്ളം ഒഴിച്ചാണ് രക്ഷാപ്രവർത്തകർ ഏതാണ്ട് ആ വഴിക്കേക്ക് എത്തിയത്. അടുത്തേക്ക് എത്തിയപ്പോൾ വീണ്ടും ചെറിയ ചെറിയ തുടർസ്ഫോടനങ്ങൾ ഉണ്ടായി. ആ സ്ഫോടനങ്ങൾ ഇനിയും ഉണ്ടാകുമെന്ന അനുമാനത്തിലാണ് നിലവിൽ ആ ദൗത്യം അവസാനിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ കാണുന്നതാണ് അങ്ങോട്ട് പോകാനുള്ള യഥാർത്ഥ വഴി. ആ വഴിയിലൂടെയാണ് ഈ പറഞ്ഞ പടക്ക നിർമ്മാണശാലകൾ വാഹനം എത്തേണ്ടത്. അവിടെ നിന്ന് സ്റ്റോക്കുകൾ കയറ്റി പറഞ്ഞ തൃശ്ശൂർ പൂരത്തിലാണ് കൊണ്ടുപോകേണ്ടത്. പക്ഷേ ആ സമയത്ത് വാഹനങ്ങൾ അങ്ങോട്ട് വന്നിട്ടില്ല. കാരണം തുടർസ്ഫോടനങ്ങൾ ഉള്ളതുകൊണ്ട് വാഹനങ്ങൾ കടത്തിവിടുന്നത് അനുചിതമായതുകൊണ്ട് അങ്ങോട്ട് വന്നില്ല. അതിന് പകരം ഈ നെൽപ്പാടത്തൂടെ ആളുകൾ എത്തിയതിനു ശേഷം തീയണയ്ക്കാനാണ് ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെയാണ് രക്ഷാപ്രവർത്തനം അല്പം വൈകാനും ഉദ്ദേശിച്ചത്. അങ്ങോട്ടേക്ക് നിലവിൽ അങ്ങനെ നേരത്തെ എത്തിച്ചേർന്ന് തീ അണച്ചുകൊണ്ട് അകത്തേക്ക് കയറാനുള്ള സാധ്യത അവിടെ ഉണ്ടായിരുന്നില്ല. പടക്കമാണ്, തുടർസ്ഫോടനങ്ങൾ തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഇപ്പോഴും അത്തരത്തിൽ സ്ഫോടനം ഉണ്ടാകുന്ന അനുമാനത്തിൽ നിലവിൽ ഇന്നത്തെ ദൗത്യം അവസാനിപ്പിച്ചിട്ടുണ്ട്. നാളെ രാവിലെ തന്നെ ദൗത്യം തുടങ്ങും. ഇപ്പോഴും ഇവിടെ പോലീസുകാരും ഫയർഫോഴ്സ് അധികൃതരുമുണ്ട്. സ്ഥലം എൻക്ലോസ് ചെയ്തിരിക്കുകയാണ്. ആ സുരക്ഷാ സംവിധാനം അതുപോലെ തന്നെ മുൻനിർത്തിക്കൊണ്ട് നാട്ടുകാരും പ്രവേശിപ്പിക്കാത്ത രീതിയിൽ ഒരു സെക്യൂരിറ്റി മെഷർ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.